LDF പ്രതിനിധി അഡ്വക്കേറ്റ് സതീഷ് വസന്തിലേക്ക് പോകാം. അഡ്വക്കേറ്റ് സതീഷ് വസന്ത്, നേരത്തെ അതായത് സുപ്രീം കോടതി 10 വർഷം മുമ്പ് അനുമതി നിഷേധിച്ച പദ്ധതിയാണ് ആറന്മുള വിമാനത്താവളം. ഈ 10 വർഷം ഇവിടെ LDF സർക്കാർ ഭരിച്ചു. അവർ കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കി ആറന്മുള വിമാനത്താവള പദ്ധതിയുമായി മുന്നോട്ട് പോയില്ല. കാരണം അവിടെ പാരിസ്ഥിതിക പ്രശ്നങ്ങളുണ്ട്, അവിടെ തണ്ണീർത്തടങ്ങളുണ്ട്, അവിടെ ചില ഭൂമാഫിയകളുടെ ഇടപെടലുണ്ട്. അതുമാത്രമല്ല, വലിയ ജനകീയ പ്രക്ഷോഭവും അവിടെ നടന്നു. അവിടെ കുമ്മനം രാജശേഖരനൊപ്പം അവിടെ സമരം നയിച്ചത് LDFിൻ്റെ പ്രധാനപ്പെട്ട CPIയുടെ നേതാവായിട്ടുള്ള ശ്രീ P പ്രസാദാണ്. കഴിഞ്ഞ മന്ത്രിസഭയിലെ മന്ത്രി കൂടിയാണ് അദ്ദേഹം. അങ്ങനെയൊക്കെയുള്ള ആളുകളാണ് അവിടെ ഈ പരിസ്ഥിതി പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത്. 10 വർഷം കഴിഞ്ഞു, സതീശൻ സർക്കാർ അധികാരമേറ്റു. അധികാരമേറ്റ ഉടനെ തന്നെ ആറന്മുളയിൽ വിജയിച്ച അബിൻ വർക്കി MLA പറഞ്ഞത് ആറന്മുള വിമാനത്താവളം അത് നടപ്പിലാക്കാനുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകുമെന്നാണ് അദ്ദേഹം വിജയിച്ചു കഴിഞ്ഞ് ആദ്യം നൽകിയ പ്രതികരണം. പിന്നീട് നമ്മൾ കണ്ടത് ഒരു സ്വകാര്യ വ്യക്തി ഈ വിമാനത്താവള പദ്ധതിക്ക് അനുമതി നിഷേധിച്ച ഭൂമിയിൽ റവന്യൂ വകുപ്പോ ജില്ലാ കളക്ടറോ അറിയാതെ ഡ്രോൺ സർവേ നടത്തി. അത് മാധ്യമങ്ങളുടെ വാർത്ത വന്നപ്പോഴാണ് ഇപ്പോൾ ജില്ലാ കളക്ടർ തഹസിൽദാരോട് റിപ്പോർട്ട് തേടിയിരിക്കുകയാണ്. എന്താണ് ഈ വിഷയത്തിൽ LDFിൻ്റെ അഭിപ്രായം? ഈ കഴിഞ്ഞ നേരത്തെ ഉണ്ടായിരുന്ന അഭിപ്രായത്തിൽ ഇപ്പോൾ മാറ്റമുണ്ടോ? അഡ്വക്കേറ്റ് സതീഷ് വസന്ത്. നോക്കൂ, ഒരു കാരണവശാലും ആറന്മുള പദ്ധതി നടപ്പിലാക്കാൻ പറ്റില്ല. കാര്യം അവിടുത്തെ പാരിസ്ഥിതിക പ്രശ്നം തന്നെ ഏറ്റവും വലിയാണ്. അവിടെ തണ്ണീർത്തടാകങ്ങളും വയലേലകളും ഉള്ള സ്ഥലമാണ് ഈ പ്രദേശം, ആറന്മുള പ്രദേശം. ഇപ്പം നോക്കൂ, 10 വർഷം ഈ ഭൂമാഫിയ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കാര്യം എന്ന് വെച്ചാൽ അവർ അടഞ്ഞിരുന്ന ഒരു അധ്യായം UDF സർക്കാർ വന്നപ്പോഴത്തേക്ക് അത് ചടകുട എണീയിരിക്കുകയാണ്. കാരണം എന്താണ്, അത് അവരൊക്കെ അറിയാം. കാര്യം എന്ന് വെച്ചാൽ 10 വർഷത്തിന് മുമ്പേ അന്ന് എനിക്ക് തോന്നുന്നു സുക്കൂറായിരുന്നു അവിടുത്തെ MLA ആയിരുന്നു, ആറന്മുള MLA ആയിരുന്നു. വീണ ജോർജിന് മുമ്പേ ആറന്മുള ഇതായിരുന്നത്. അപ്പം അതിനു മുമ്പ് ശിവദാസൻ നായർ ഈ പദ്ധതി കൊണ്ടുവന്നപ്പോൾ തന്നെ അന്ന് വളരെ ജനങ്ങളുടെ ഇടയിൽ വലിയ പ്രശ്നങ്ങളുണ്ടായി. അങ്ങനെ ഈ ഭൂമാഫിയ അവിടത്തുള്ള എല്ലാ സ്ഥലങ്ങളിലും അവർ കണ്ണും വച്ചുകൊണ്ടാണ് ഇരുന്നത്. നോക്കാം, അവിടെ എന്ന് പറയുന്നത് ഈ ആറന്മുള പ്രദേശം എന്ന് വെച്ചാൽ വയലും ഈ പാരിസ്ഥിതിക പ്രശ്നമാണ്. ഇപ്പോൾ ഒരു വിമാനത്താവളം വന്നതിന് ഇവിടെ LDFിനോ ആക്കോ ഒരു കുഴപ്പമില്ല. പക്ഷേ നമ്മുടെയൊക്കെ ഒരു കൊച്ചു കേരളത്തിൽ വിമാനത്താവളങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് അതിൻ്റെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് അറിയാലോ. ഇപ്പം തൊട്ടടുത്ത് തന്നെ നമ്മൾ വയനാട് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും പാരിസ്ഥിതിക പ്രശ്നങ്ങൾ മുൻനിർത്തി വേണം നമ്മൾ എല്ലാ വികസനങ്ങളും, നമുക്ക് അതിനുള്ള സൗകര്യങ്ങളുള്ള സ്ഥലത്ത് നമ്മൾ ചെയ്യുക, ഒരു കുഴപ്പമില്ല. പക്ഷേ ഇപ്പം തന്നെ പുതിയ MLA വന്നു, അബിൻ വർക്കി വന്നപ്പം തന്നെ ഇത് അദ്ദേഹം പറയുകയാണ് ഇവിടെ ഒരു വിമാനത്താവളം ആവശ്യമാണ്. നോക്കൂ, ജനങ്ങളുടെ ഇടയിൽ നമുക്ക് വിമാനത്താവളങ്ങളും ഇവിടെ എല്ലാ വികസനങ്ങളെല്ലാം വേണ്ടത് തന്നെ, ഒരു സംശയമില്ല. അതിനൊന്നും നമ്മൾ LDF അതിന് എതിരായിട്ടൊന്നും നിൽക്കില്ല. പക്ഷേ നമുക്ക് ചില സ്ഥലങ്ങളുണ്ട്, ആ സ്ഥലങ്ങളിലൊന്നും വിമാനത്താവളങ്ങൾ പറ്റില്ലെന്നേ. വിമാനത്താവളമല്ല ഈ നമ്മൾ അവിടെ എന്തിനാണ് ഈ വയലുകളും എല്ലാം നമുക്ക് ഉള്ളത്? അതെന്ന് വെച്ചാൽ നമ്മുടെ സന്തുലിതാവസ്ഥ, ഭൂമിയുടെ സന്തുലിതാവസ്ഥ നിലനിൽക്കണമെങ്കിൽ അങ്ങനെയുള്ള വയലുകളും ഇതെല്ലാം നിലനിന്നാൽ മാത്രമേ നമുക്ക് നിലനിൽപ്പുള്ളൂ, ഈ ഭൂഖണ്ഡത്തിൽ ഇതുള്ളൂ. അതുകൊണ്ടാണ് എതിർക്കണം. അല്ലാതെ ഒരു വിമാനത്താവളം ആറന്മുള പത്തനംതിട്ട ജില്ലയിൽ വന്നെന്ന് പറഞ്ഞ് കുഴപ്പമെന്താ? ഒരു കുഴപ്പമില്ല. അപ്പം ഇന്നും അതിൻ്റെ ഈ 10 വർഷം കൊണ്ട് ഈ ഭൂമാഫിയകളൊക്കെ എവിടെ പോയിരുന്നു? ഈ 10 വർഷം കൊണ്ട് അവിടെ വിമാനത്താവളം വേണമെന്ന് പറഞ്ഞാൽ ആരും അവിടെ ഇത് വന്നിട്ടില്ലല്ലോ. സുപ്രീം കോടതി തന്നെ അത് പറഞ്ഞിട്ടുണ്ടല്ലോ, സുപ്രീം കോടതിയിലെ വിധി തന്നെ വന്നിട്ടുണ്ട്. അപ്പം ഈ UDF സർക്കാർ വരുമ്പോഴത്തേക്ക് ഈ ഭൂമാഫിയകളെല്ലാം തലപൊക്കുന്നുണ്ട്, ഒരു സംശയവുമില്ല. അത് പണ്ടത്തെ പോലെ തന്നെ ആ ഭൂമാഫിയകൾ തലപൊക്കുമ്പോഴത്തേക്ക് അതിനെതിരായിട്ട് LDF എന്ന് നിൽക്കും, ഒരു സംശയമില്ല. ശ്രീ പ്രസാദിൻ്റെ നേതൃത്വത്തിലൊക്കെ വളരെ പ്രക്ഷോഭം നടത്തിയാണ് ആ വിമാനത്താവളം അവിടെ നിർത്തലാക്കിയത്. സുപ്രീം കോടതി വരെ പോയിട്ടുള്ളതിൽ. അപ്പോൾ LDFിന് ആ ഒരു മാനസികാവസ്ഥ ഒന്നും മാറിയിട്ടില്ല. ജനങ്ങൾ, ഞാൻ പറഞ്ഞില്ലേ, പാരിസ്ഥിതിക പ്രശ്നങ്ങൾ അത് മനസ്സിലാക്കിയിട്ട് വേണം. ഒരു വിമാനത്താവളമല്ല, ഏതൊരു ഡെവലപ്മെൻറ്റും നമ്മൾ കേരളത്തിൽ കൊണ്ടുപോയി. കേരളത്തിൻ്റെ അതിലോലമായ പ്രദേശങ്ങളാണ് കേരളത്തിലുള്ളത്, അത് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്.
അപ്പം അത് വരുമ്പോഴത്തേക്ക് ജനങ്ങൾക്കെന്ന് പറയുന്നത് നമ്മളെ പുതിയ തലമുറയ്ക്ക് ഇവിടെ ജീവിക്കണ്ടേ. ഒരു വിമാനത്താവളം മാത്രം വന്നുകൊണ്ട് മതിയോ? അങ്ങനെയല്ലല്ലോ. അപ്പോൾ ആ വിമാനത്താവളം വരുമ്പോഴത്തേക്ക് അതിനുള്ള പാരിസ്ഥിതിക പ്രശ്നം നമുക്ക് മാറിയിട്ടില്ലല്ലോ. ഒരു 10 വർഷം കൊണ്ട് ആ സ്തംഭമൊക്കെ മാറും ഇല്ലല്ലോ. പാരിസ്ഥിതിക പ്രശ്നങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം എപ്പോഴും ഒരു വികസനം വരേണ്ടത്. അതാത് നമ്മൾ മുളയിൽ അത് നുള്ളിക്കളയണം. സതീശ സർക്കാർ അത് നുള്ളും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം എന്ന് വെച്ചാൽ അല്ലെങ്കിൽ വലിയ പ്രക്ഷോഭത്തിലേക്ക് നമ്മൾ പോകും, ഒരു സംശയമില്ല. ഒരു LDFനെ സംബന്ധിച്ചൊരു പ്രശ്നം അതൊരു വികസന വിരോധി എന്നുള്ള രീതിയിൽ നിങ്ങൾ ഒരിക്കലും കണക്കാക്കൽ. അവിടുത്തെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ അവിടെ ഒരു വിമാനത്താവളത്തിന് അനുയോജ്യമായ സ്ഥലമല്ല എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അത് സുപ്രീം കോടതിയും അംഗീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതൊരു കാരണവശാലും അവിടെ ഒരു വിമാനത്താവളം പറഞ്ഞതിൽ ഏതൊരു കാരണവശാലും അവിടെ വരാൻ പാടില്ല. ആ ഭൂമാഫിയ ഇപ്പം പറഞ്ഞ മനസ്സിലാക്കിയിരുന്ന അവിടുത്തെ കളക്ടറോ തഹസീൽദാറോ വില്ലേജ് ഓഫീസറോ അവരൊന്നും അറിയാതെ എങ്ങനെയാണ് ഡ്രോൺ സംവിധാനത്തിൽ അവിടെ ഒരു ഇത് നടത്തുന്നത്. അപ്പം അത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല. LDF ശക്തിയുക്തമായിട്ട് തന്നെ അത് എടുക്കും.